Dear students, welcome to Learner's World. In this video, I'm going to talk about a short story, The Mark of Vishnu by Kushwant Singh, FAUGP VSc, Framing Values, Literary and Cultural Narratives for Humanities and Other BA Programs, 3rd semester, Calcutta University. Kushwant Singh was an Indian author, lawyer, diplomat, journalist, and politician. He experienced in the 1947 partition of India inspired him to write Train to Pakistan in 1956, which became his most well-known novel. He is the recipient of Padma Vibhushan in 2007. കുശ്വന്ത് സിംഗ് ഒരു ഇന്ത്യൻ എഴുത്തുകാരനാണ്, അതുപോലെ ലോയറാണ്, ഡിപ്ലോമാറ്റാണ്, ജേർണലിസ്റ്റാണ്, പൊളിറ്റീഷ്യനാണ്. അദ്ദേഹം 1956 അദ്ദേഹം ഒരു നോവൽ എഴുതിയിട്ടുണ്ടായിരുന്നു, ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന് പറഞ്ഞിട്ടുള്ള. അത് കുറച്ച് ഫേമസ് ആയിട്ടുള്ള നോവലായിരുന്നു. 1947 ഇന്ത്യ വിഭജനം ആ ഒരു എക്സ്പീരിയൻസ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടായിരുന്നു ഈ ഒരു നോവൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. 2007 അദ്ദേഹത്തിന് പത്മവിഭൂഷൺ കിട്ടുന്നുണ്ട്. The Mark of Vishnu is a short story published in The Mark of Vishnu and Other Stories in 1950. The Mark of Vishnu shows conflict between blind belief and science. The Mark of Vishnu എന്ന് പറയുന്നത് ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. 1950 ഇത് പബ്ലിഷ് ചെയ്യുന്നത്. The Mark of Vishnu and Other Stories എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറീൻ്റെ ഒരു കളക്ഷനാണ്, അതിലാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ബ്ലൈൻഡ് ബിലീഫ്സ്, അതായത് അന്ധവിശ്വാസവും സയൻസും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ പറയുന്നത്. ദ സെറ്റിംഗ് ഈസ് എ ടൗൺ ഇൻ ഇന്ത്യ അറൗണ്ട് 1950. ഇതിൻ്റെ സെറ്റിംഗ് എന്ന് പറയുന്നത് 1950 ഉള്ള ഒരു ഇന്ത്യയിലെ ഒരു ടൗണാണ് ഇതിൻ്റെ സെറ്റിംഗ് ആയിട്ട് വരുന്നത്. ദ തീം ഓഫ് ദ ഷോർട്ട് സ്റ്റോറി ഈസ് സൂപ്പർസ്റ്റിഷ്യസ് ആൻഡ് ഇഗ്നോറൻസ്, അതുപോലെ സൂപ്പർസ്റ്റിഷ്യൻസ്, അതായത് ഈ അന്ധവിശ്വാസങ്ങൾ ഒക്കെയാണ് അതിലൊരു തീമായിട്ട് വരുന്നത്. ദ മാർക്ക് ഓഫ് വിഷ്ണു മെൻഷൻ ഇൻ ദ ടൈറ്റിൽ റെഫേഴ്സ് ടു ദ V-shaped mark smeared by Gungaram on his forehead with sandalwood paste every morning to honor the deity. It is an expression of Gungaram's religious belief. അപ്പോൾ ദ മാർക്ക് ഓഫ് വിഷ്ണു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈറ്റിൽ എന്തിനാണ് റെഫർ ചെയ്യുന്നത്? അതായത് ഇതിലെ പ്രൊട്ടഗണിസ്റ്റ് ആയിട്ടുള്ള ഗുംഗാറാമാണ് ഇതിലെ പ്രൊട്ടഗണിസ്റ്റ്. അദ്ദേഹം ഒരു സെർവൻ്റാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ ചന്ദനം വെച്ചിട്ട് ഒരു V-shaped ആയിട്ടുള്ളൊരു മാർക്ക് ഇങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇത് ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു റിലീജിയസ് ബിലീഫാണ്, അദ്ദേഹത്തിൻ്റെ ഒരു മതപരമായിട്ടുള്ളൊരു വിശ്വാസമാണെന്നാണ് പറയുന്നത്. Irony of the story is Gungaram believes the cobra is divine, yet it ends up killing him. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിലെ ഐറണി എന്ന് പറയുന്നത്, ഗുംഗാറാം ഇതിലെ പ്രൊട്ടഗണിസ്റ്റ്, അവർ ബിലീവ് ചെയ്തിരുന്നത് കോബ്ര ഒരു സ്നേക്കാണ്. ഈ ഒരു സ്നേക്ക് ഒരു ഡിവൈൻ ആണ്, ഒരു ദൈവികമാണ് എന്നുള്ള ഒരു രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസം. ആ ഒരു വിശ്വാസം അദ്ദേഹത്തിന് മരണത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. പാല് കൊടുത്ത കൈക്ക് തന്നെ കൊത്തുന്ന ഒരവസ്ഥയാണ് ഈ ഒരു സ്റ്റോറിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. The main characters are Gungaram, a servant in the household where the 4 schoolboys live. The 4 schoolboys, the boys make fun of Gungaram for his lack of education and traditional ways. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഗുംഗാറാം ഒരു ക്യാരക്ടറാണ്. അതുപോലെ 4 സ്കൂൾ കുട്ടികളുണ്ട്. ഇവരുടെ വീട്ടിലെ സെർവൻ്റാണ് ഗുംഗാറാമിന് എഡ്യൂക്കേഷനൊന്നുമില്ല, പക്ഷെ ഒരുപാട് സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫ് ഉള്ള ഒരാളാണ്, ഒരുപാട് അന്ധവിശ്വാസമൊക്കെ ഉള്ള ഒരാളാണ് ഗുംഗാറാം. അപ്പോൾ അദ്ദേഹത്തിന് ഇല്ലിറ്ററേറ്റ് ആയത് കാരണം ഈ കുട്ടികൾ എപ്പോഴും അദ്ദേഹത്തെ എന്ത് ചെയ്യുമായിരുന്നു, കളിയാക്കുമായിരുന്നു, ഓരോരോ അവരെ പറ്റിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു എന്നാണ് പറയുന്നത്, ഈ ഒരു ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ മൂലം. അപ്പോൾ ഇത്രയും ക്യാരക്ടേഴ്സാണ് ഇതിലുള്ളത്. ദെൻ സമ്മറി ഓഫ് ദ മാർക്ക് ഓഫ് വിഷ്ണു. The story begins with an argument between Gungaram and the 4 boys. അപ്പോൾ ഈ ഒരു സ്റ്റോറി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ആർഗ്യുമെൻ്റാണ്. അതായത് ഗുംഗാറാമും ആ കുട്ടികളും 4 കുട്ടികളും തമ്മിലുള്ള ഒരു
വാദപ്രതിവാദമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ദ നരേറ്റർ ഈസ് വൺ ഓഫ് ദ 4 boys who see Gungaram putting some milk in a saucer and placing it near the hole in the side wall where a big black king cobra is hiding. അപ്പോൾ ഇതിൽ നരേറ്റർ എന്ന് പറയുന്നത് ആ 4 കുട്ടികളിലുള്ള ഒരാൾ തന്നെയാണ് നരേറ്ററായിട്ട് വരുന്നത്. അവരെന്തിനാണ് ഇങ്ങനെ കോൺഫ്ലിക്റ്റ് നടത്തുന്നത്, അതായത് അവർ തമ്മിൽ വാക്ക് തർക്കം എന്തിനാണ്, അതായത് ഗുംഗാറാം രാവിലെ എന്ത് ചെയ്യുമായിരുന്നു, അവിടെയുള്ള ആ ഒരു കോബ്രക്ക് ഒരു സോസറിൽ കുറച്ച് പാല് കൊണ്ടുവെക്കുമായിരുന്നു. അദ്ദേഹം ബിലീവ് ചെയ്തിരുന്നത് ഈ കോബ്രയാണ് ഇത് പാല് കുടിക്കുന്നത് എന്നാണ്. ഒരു ബിഗ് ബ്ലാക്ക് കിങ് കോബ്ര അവരുടെ വീടിൻ്റെ ചുമരിൻ്റെ സൈഡിൽ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. When the boys counter Gungaram and ask him why he is doing so, Gungaram answers that he daily offers milk to the Kalanag. Every night I leave it outside the hole near the wall and it's gone by the morning, he says. അപ്പോൾ ഈ ഗുംഗറാമിൻ്റെ ഈ ഒരു പ്രവർത്തി കാരണം കുട്ടികളൊക്കെ എപ്പോഴും അദ്ദേഹത്തിനോട് പറയും, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇങ്ങനെ പാലൊക്കെ ഈ ഒരു സ്നേക്കിന് കൊടുക്കുന്നത്, സ്നേക്ക് പാലൊന്നും കുടിക്കൂല എന്നുള്ള രീതിയിൽ ഒക്കെ പ്രതികരിക്കും. പക്ഷേ ഗുംഗാറങ്ങ് പറയുന്നത്, ഞാൻ എല്ലാ രാത്രികളിലും ഞാൻ അവിടെ പാല് കൊണ്ടുപോയി വെക്കും, പക്ഷേ മോർണിംഗിൽ ആ പാല് കാണാറില്ല. ഈ ഒരു സ്നേക്കിനെ, ഈ ഒരു കോബ്രനെ ഗുംഗാറാം ഒരു ഡിവൈൻ ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്, ഒരു കാളനാഗായിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. The narrator abuses Gungaram and calls him stupid. അപ്പോൾ ഈ ഒരു പ്രവൃത്തി മൂലം കുട്ടികളൊക്കെ അദ്ദേഹത്തിനെ ഒരു സ്റ്റുപ്പിഡായിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്. The boys argue that it must be the cat that drinks the milk because a snake does not drink milk and even if it does, it cannot drink that much milk. അപ്പോൾ കുട്ടികൾ അദ്ദേഹത്തിനോട് ആർഗ്യൂ ചെയ്യുമായിരുന്നു, അതൊരു ക്യാറ്റാണ് ഈ പാൽ കുടിക്കുന്നത്, കിങ് കോബ്ര അല്ലെങ്കിൽ ആ ഒരു സ്നൈക്ക് ഒരിക്കലും ഇത്രയും പാൽ കുടിക്കൂല എന്ന് അവരുടെ വാദം അങ്ങനെയായിരുന്നു. ഗുംഗറാം ഓപ്പോസസ് ദെം ആൻഡ് സെയ്സ് ദാറ്റ് നോ ക്യാറ്റ് ഡസ് നിയർ ദ ഹോൾ. ഗുംഗറാം അവരുടെ ആ ഒരു ആശയത്തിന് എതിരായിരുന്നു. അദ്ദേഹം പറയുന്നത് ആ ഒരു വാളിനടുത്തൊന്നും ഒരു ഹോളൊന്നും ഇല്ല, അവിടെ പൂച്ചയൊന്നുമില്ല എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം. The narrator tells him that they have observed many dead snakes in their school laboratory kept in the methylated spirit. പിന്നീട് ഇതിലെ നരേറ്റർ എന്ന് പറയുന്നത് ആ ഒരു 4 ബോയ്സിലൊരു കുട്ടിയാണ്. ഇതിലെ 4 കുട്ടികളിൽ ഒരാളാണ് നരേറ്റർ. അപ്പം അവൻ പറയുന്നുണ്ട്, ഞാൻ ഒരിക്കൽ ഒബ്സർവ് ചെയ്തിട്ടുണ്ട് സ്കൂൾ ലബോറട്ടറിയിൽ മെഥിലൈഡ് സ്പിരിറ്റിൽ മുക്കി വെച്ചിട്ടുള്ള ഡെഡ് സ്നേക്സിനെ ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഹി ദെൻ ടെൽസ് ഹിം അബൌട്ട് ദ ഇൻസിഡൻറ്റ് വെൻ ദ ടീച്ചർ ബോട്ട് ആൻ എക്സോട്ടിക് സ്നേക്ക് ദാറ്റ് കുഡ് run both ways and kept it in an empty jar, and as the snake tried to escape, it got killed. പിന്നീട് അവൻ തന്നെ പറയുന്നുണ്ട്, ഒരു ഇൻസിഡൻറ്റ് ഓർത്ത് പറയുന്നുണ്ട്. അതായത് ഒരിക്കൽ അവരുടെ സ്കൂളിൽ ടീച്ചർ ഒരു സ്നേക്കിനെ കൊണ്ടുവന്നു, എന്നിട്ടൊരു ജാറിൽ അടച്ചു വെച്ചു. പക്ഷെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ അത് കൊല്ലപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. Gungaram turns his eyes shut as he disliked the idea of murdering a snake just to keep them in jars for exhibition. ഗുംഗറാം ഇത് കേട്ട ഉടനെ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അടച്ചു. കാരണം അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള പ്രവർത്തികൾ, അതായത് സ്നേക്സിനെ കൊന്നു മർഡർ ചെയ്തു എന്നുള്ള അങ്ങനെയുള്ള ആക്ടിവിറ്റീസൊന്നും അദ്ദേഹത്തിന് ഇഷ്ടമല്ല. Gungaram believed in the Trinity of Brahma, Vishnu and Shiva, the creator, preserver and destroyer. ഗുംഗറാം ബിലീവ് ചെയ്യുന്നുണ്ട് ബ്രഹ്മ, വിഷ്ണു, ശിവ ഇതിലൊക്കെ. അതുപോലെ ക്രിയേറ്റർ, പ്രിസർവർ, ഡിസ്ട്രോയർ, അതായത് നമ്മളെ സൃഷ്ടിച്ചവൻ, നമ്മളെ സംരക്ഷിക്കുന്നവൻ, നമ്മളെ നശിപ്പിക്കുന്നവൻ, ഇതിലൊക്കെ അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട്. He believed that all life forms are equally respectful and represent God. അദ്ദേഹം ബിലീവ് ചെയ്തിരുന്നത് എല്ലാ ജീവജാലങ്ങളെയും നമ്മൾ ഈക്വലി റെസ്പെക്റ്റ് ചെയ്യണം, അവരൊക്കെ ബഹുമാനിക്കണം, അവരൊക്കെ ദൈവത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണെന്ന് അദ്ദേഹം ബിലീവ് ചെയ്തിരുന്നു. ഹി വാസ് മോസ്റ്റ് ഡിവോട്ടഡ് ടു വിഷ്ണു
ഉന്നെയാണ് കൂടുതൽ അദ്ദേഹം ആരാധിച്ചിരുന്നത്. He would often oppose the boys when they would kill little insects. അതായത് ഈ ചെറിയ പ്രാണികളൊക്കെ കൊല്ലുന്നതിനോടൊക്കെ അദ്ദേഹം എതിരായിരുന്നു. ഈ കുട്ടികളിങ്ങനെ ചെയ്യുന്നതിനോടൊക്കെ എതിരായിരുന്നു. ഒരു ജീവജാലങ്ങളെയും കൊല്ലാൻ പാടില്ല എന്നുള്ള ഒരു ആശയമായിരുന്നു അദ്ദേഹത്തിന്. For Gungaram, all life was sacred, even if it was of a serpent, a scorpion. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ജീവനുകളും സീക്രഡാണ്. അതിനെ നമുക്കൊരിക്കലും കൊല്ലാൻ കഴിയില്ല. അതായത് അതൊരു സർപ്പൻ്റ്, ഒരു സ്നേക്ക് ആയാലും ഒരു സ്കോർപ്പിയൻ, ഒരു തേളായാലും ഒക്കെ എല്ലാ ജീവജാലങ്ങളും സീക്രഡാണ് എന്നുള്ള ഒരു ബിലീഫായിരുന്നു അദ്ദേഹത്തിന്. ദ ബോയ്സ് കൺസിഡേർഡ് ഗുങ്കറാം ആസ് ഇല്ലിറ്ററേറ്റ്, ഫൂളിഷ് ആൻഡ് സൂപ്പർസ്റ്റിഷ്യസ് ബ്രാഹ്മിൻ. അപ്പോൾ ഈ കുട്ടികൾ ഗുങ്കറാമിനെ കൺസിഡർ ചെയ്തിരുന്നത് ഒരു ഇല്ലിറ്ററേറ്റ്, ഒരു വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ഒരാളായിട്ടായിരുന്നു, ഫൂളിഷായിട്ടായിരുന്നു. അതുപോലെ ഒരുപാട് ഇങ്ങനെ അന്ധവിശ്വാസങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരു ബ്രാഹ്മിനായിട്ടായിരുന്നു കൺസിഡർ ചെയ്തിരുന്നത്. The narrator declares that they will kill his Kalanag as soon as they see him. അപ്പോൾ നെരേറ്റർ ഡിക്ലെയർ ചെയ്യുന്നുണ്ട് അവർ ഈ കാളനാഗിനെ, ഈ ഒരു കുങ്കറാമിൻ്റെ കാളനാഗിനെ അവർ കൊല്ലും എന്ന് ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. കുങ്കറാം സേസ് ദാറ്റ് ഹി വോണ്ട് ലെറ്റ് ദം കിൽ ദ സ്നേക്ക്. അപ്പോൾ കുങ്കറാം പറയുന്നുണ്ട് ഞാൻ അതിനെ അനുവദിക്കില്ല. ഹി ട്രൈസ് ടു ഡിസ്കസ് ദം ബൈ സെയിങ് ദാറ്റ് ദ സ്നേക്ക് ഹാസ് ലേഡ് 100 eggs ആൻഡ് ദാറ്റ് ഇഫ് ദേ കിൽ ദ സ്നേക്ക് ദ ബേബി സ്നേക്സ് വിൽ ടേക്ക് റിവെഞ്ച് ഓൺ ദം. അപ്പോൾ കുങ്കറാം അവരോട് പറയുന്നുണ്ട് ഈ സ്നേക്ക് എന്താണ് 100 eggs, അതായത് 100 മുട്ടകൾ വിരിയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആളാണ്. അപ്പോൾ ഇതിനെ കൊന്നു കഴിഞ്ഞാൽ ഈ 100 ബേബി സ്നേക്സ് വന്നിട്ട് അതിനെ പ്രതികാരം ചെയ്യും എന്ന് പറയുന്നുണ്ട്. However, the boys point out that the snake is a male and cannot lay eggs. അപ്പോൾ ബോയ്സ് പറയുന്നുണ്ട് ഈ സ്നേക്ക് ഒരു മെയിലാണ്, ഫീമെയിലല്ല, അതുകൊണ്ട് തന്നെ മുട്ട വിരിയിക്കാനൊന്നും കഴിയില്ല. ദ ബോയ്സ് ഹാഡ് നോ ഐഡിയ ഓഫ് ഹിന്ദു ബിലീവ്സ്, നോ ഹാഡ് ദേ എവർ ഹേർഡ് ഓഫ് മഹാത്മാഗാന്ധി ആൻഡ് ഹിസ് ഐഡിയ ഓഫ് അഹിംസ. ഈ കുട്ടികൾക്ക് ഹിന്ദു വിശ്വാസങ്ങളിലൊന്നും വലിയ അറിവില്ല. അതുപോലെ തന്നെ മഹാത്മാഗാന്ധിനെ, അദ്ദേഹത്തിൻ്റെ ആശയമായിട്ടുള്ള അഹിംസ, ഇതൊന്നും അവർക്ക് വലിയ പിടുത്തില്ല. ഫോർ ദം കില്ലിങ് ഇൻസെക്ട്സ്, ബേർഡ്സ് ആൻഡ് സ്നേക്സ് ഇസ് ജസ്റ്റ് എ ഫൺ ഗെയിം. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പ്രാണികളെ കൊല്ലുന്നതും പക്ഷികളെ കൊല്ലുന്നതും സ്നേക്സിനെ കൊല്ലുന്നതും ഒക്കെ ഒരു തരത്തിലുള്ള ഒരു തമാശക്കളിയാണ്. ആഫ്റ്റർ സം ഡേയ്സ് ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ് വിത്ത് അറൈവൽ ഓഫ് മൺസൂൺ. അങ്ങനെ മഴക്കാലം വന്നു, അവിടെ മഴ പെയ്യാൻ തുടങ്ങി. ഓൾ ദ ഹോൾസ് ആൻഡ് പിറ്റ്സ് ഗോട്ട് ഫിൽഡ് വിത്ത് റെയിൻ വാട്ടർ. അപ്പോൾ എല്ലാ പൊത്തും മഴയിലൊക്കെ എന്താണ് വെള്ളം നിറഞ്ഞു. ദ സ്നേക്ക് വാസ് ഫോഴ്സ്ഡ് ടു ഗെറ്റ് ഔട്ട് ആൻഡ് സെർച്ച് ഫോർ അനദർ സേഫർ പ്ലേസ്. അങ്ങനെ ഈ സ്നേക്ക് എന്ത് ചെയ്തു, പുറത്തേക്ക് വന്നു. അതായത് മഴവെള്ളം വന്നിട്ട് ഒരു സേഫായിട്ടുള്ള പ്ലേസ് കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെ അത് പുറത്തേക്ക് വന്നു. ദ ബോയ്സ് ടുക്ക് ബാംബു സ്റ്റിക്സ് ആൻഡ് അറ്റാക്ക്ഡ് ദ സ്നേക്ക്. ആ സമയം ആ കുട്ടികൾ എന്ത് ചെയ്തു, ഒരു ബാംബു സ്റ്റിക്ക് എടുത്തിട്ട് അതിനെ അറ്റാക്ക് ചെയ്തു. അങ്ങനെ ഒരുപാട് ഡാമേജൊക്കെ സംഭവിച്ചു ഈ ഒരു സ്നേക്കിന്. ദേ പ്ലാൻ ടു ടേക്ക് ദ സ്നേക്ക് ടു ദെയർ സ്കൂൾ ഫോർ ആൻ എക്സിബിഷൻ. അപ്പോൾ സ്നേക്ക് മരിച്ചിട്ടില്ല, പക്ഷേ അതിനൊരുപാട് ആക്സിഡൻറ്റ് സംഭവിച്ച് അവരിങ്ങനെ അടിച്ചതിന് ശേഷം ഒരുപാട് മുറിവ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ എന്ത് ചെയ്തു, ഇതിനെ സ്കൂൾ എക്സിബിഷന് വേണ്ടിയിട്ട് പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. They stored the injured shake in a tin of biscuit and tied it with a strong string and kept it under the bed. അപ്പോൾ അവർ ഒരു ടിന്നിൽ, ഒരു ബിസ്ക്കറ്റിൻ്റെ ടിന്നിൽ അതിനെ അടച്ച് നല്ല ഒരു കയറൊക്കെ കെട്ടി നല്ല ഭദ്രമായിട്ട് ഒരു ബെഡിൻ്റെ താഴെ വെച്ചു. ഗുങ്കറാം ഹാഡ് നോ നോളജ് ഓഫ് ദെയർ ആക്ടിവിറ്റി. ഈ ഒരു പ്രവൃത്തി ഗുങ്കറാമിന് അറിയില്ല. ഗുങ്കറാം നോട്ടീസ്ഡ് ദാറ്റ് ദ മിൽക്ക് വാസ് സ്റ്റിൽ ഇൻ ദ സോസർ ആസ് എ സ്നേക്ക് ഡിഡ്ന്റ് ഡ്രിങ്ക്. ഗുങ്കറാം ഒരു കാര്യം നോട്ടീസ് ചെയ്തു, ആ ഒരു സോസറിൽ വെച്ചിട്ടുള്ള പാൽ അവിടെ തന്നെ ഉണ്ട് എന്ന് നോട്ടീസ് ചെയ്തു. ഹി ഗോട്ട് സസ്പീഷ്യസ്. അത് മനസ്സിലാക്കിയ സമയത്ത്, സ്നേക്ക് പാല് കുടിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയ സമയത്ത് അദ്ദേഹത്തിന് ഒരു സംശയം തോന്നി. ഹി കെപ്റ്റ് എ ക്ലോസ് ഐ ഓൺ ദ ബോയ്സ്. ആ കുട്ടികളിൽ അദ്ദേഹം ഒന്ന് ശ്രദ്ധ വെച്ചു. ദ നരേറ്റർ ഇൻഫോംഡ് ഗുങ്കറാം ദാറ്റ് ഹിസ് കാളനാഗ് ഈസ് സേഫ് ഇൻ ദ tin and they are taking it to the school where they will keep
ഇറ്റ് ഇൻ എക്സിബിഷൻ. അപ്പോൾ ഗുംഗറാമിനോട് നരേറ്റർ പറയുന്നുണ്ട്, നരേറ്റർ ആരാണ്? ആ 4 ബോയ്സിലുള്ള ഒരു കുട്ടിയാണ്. അവർ ഈ ഒരു സ്നേക്ക് കാളനാഗിനെ ഒരു ടിന്നിൽ അടച്ചിട്ടുണ്ട്, സേഫായിട്ട് അവർ സ്കൂളിലേക്ക് കൊണ്ടുപോകും എന്ന് പറഞ്ഞു എക്സിബിഷന് വേണ്ടിയിട്ട്. ഗുംഗറാം വാസ് ഷോക്ക്ഡ്. ഇത് കേട്ട സമയത്ത് ഗുംഗറാം വളരെയധികം ഷോക്ക്ഡായി. ദ പ്രസൻറ്റ് ദ ടിൻ വിത്ത് ദ സ്നേക്ക് ടു ദ സയൻസ് ടീച്ചർ. അങ്ങനെ സയൻസ് ടീച്ചറുടെ മുമ്പിൽ അവർ ആ ഒരു ടിൻ, ആ ഒരു സ്നേക്കിനെ വെച്ചിട്ടുള്ള ടിൻ പ്രസൻറ്റ് ചെയ്യുകയാണ്. ദ ടീച്ചർ കപ്റ്റ് ഇൻ ദ ടിൻ ഓൺ ഹിസ് ടേബിൾ. അങ്ങനെ ടീച്ചർ എന്ത് ചെയ്തു? ആ ടിന്ന്, ആ ഒരു സ്നേക്കിനെ അടച്ചിട്ടുള്ള ടിന്ന് ടേബിളിൽ വെച്ചു. ദ ടീച്ചർ അൺടൈഡ് ദ സ്ട്രിങ്, സ്നേക്ക് ലൂം ഔട്ട് ഓഫ് ദ ടിൻ. അങ്ങനെ ആ ഒരു ടീച്ചർ ആ ഒരു ടിന്ന് തുറന്ന സമയത്ത് ഈ സ്നേക്ക് പുറത്തേക്ക് വന്നു. കിങ് കോബ്ര ഗോട്ട് ഓഫ് ദ ടേബിൾ ആൻഡ് ജാഗ്ഡ് പെയിൻഫുള്ളി ടുവാർഡ്സ് ദ ഡോർ. അങ്ങനെ ഇത് ടേബിളിലേക്ക് ഇറങ്ങി ഡോറിൻ്റെ അടുത്തേക്ക് പോവാണ്. ഒരുപാട് മുറിവ് പറ്റിയിട്ടുണ്ട്, നല്ല പെയിൻ അനുഭവിക്കുന്നുണ്ട് ഈ ഒരു കോബ്ര. Gungaram reached the school and he was standing right at the door of the class of the 4 boys when he saw Kalanag on the teacher's table. അങ്ങനെ ഗുംഗറാം സ്കൂളിലെത്തിയ സമയത്ത് അദ്ദേഹം ആ ഒരു 4 ബോയ്സിൻ്റെ ക്ലാസ്സിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. ആ സമയത്ത് കാളനാഗ് ടീച്ചറിൻ്റെ ടേബിളിൽ കണ്ടു. ദ കോബ്ര ഹിസ്ഡ് ആൻഡ് സ്പാറ്റ് ആൻഡ് ബിറ്റ് ഗുംഗറാം ഓൾ ഓവർ ദ ഹെഡ്. ഗുംഗറാം വാസ് ബാഡ്ലി ബിറ്റൺ. ആ സമയത്താണ് ഈ കോബ്ര വന്നിട്ട് ഈ ഗുംഗറാമിനെ കടിക്കുന്നത്, ആകെ കടിക്കുന്നുണ്ട്. ദ സ്റ്റോറി മേ അപ്പിയർ ആസ് എ സച്ചർ ഓൺ സൂപ്പർസ്റ്റിഷൻസ്, ആസ് എ സ്റ്റോറി ഓഫ് ഫുള്ളി സൂപ്പർസ്റ്റിഷ്യസ് ബ്രാഹ്മിൻ ഹു ലോസ്റ്റ് ഹിസ് ലൈഫ് ബിക്കോസ് ഓഫ് ഹിസ് ബ്ലൈൻഡ് ഫെയ്ത്ത്. അപ്പോൾ അന്ധവിശ്വാസം കാരണം ജീവിതം നഷ്ടപ്പെട്ട ഒരാളാണ് ഗുംഗാറാം എന്ന് പറയുന്നത്. പാല് കൊടുത്ത കൈക്ക് തന്നെ അവർ കിങ് കോബ്ര കൊത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു സറ്റയറാണ്, സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫിന് എതിരെയുള്ള ഒരു സറ്റയറാണ്. ഈ ഒരു ഫൂളിഷായിട്ടുള്ള സൂപ്പർസ്റ്റിഷ്യസ് ബ്രാഹ്മിൻ അവരുടെ ലൈഫ് ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾക്ക് വേണ്ടിയിട്ട് ഇല്ലാതാക്കുന്ന ഒരു സ്റ്റോറിയാണ് മാർക്ക് ഓഫ് വിഷ്ണു എന്ന് പറയുന്ന ഖുശ്വന്ത് സിംഗിൻ്റെ ഈ ഒരു സ്റ്റോറി, ദ മാർക്ക് ഓഫ് വിഷ്ണു. ഓക്കെ, താങ്ക് യു.